ഹായ് ഓൾ അസ്സലാമലൈക്കും. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് വോട്ടൊക്കെ അല്ലേ, അപ്പോൾ എല്ലാവരും വോട്ടൊക്കെ ചെയ്തിട്ട് വന്നിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഞാനും വോട്ട് ചെയ്തിരിക്കുന്നു. പിന്നെ അപ്പോൾ ഇന്നത്തെ കുറച്ച് വിശേഷങ്ങളും കാര്യങ്ങളും തിരക്കുകളൊക്കെ ഒന്ന് കണ്ടു നോക്കാം. അപ്പോൾ എല്ലാവരും ഒന്ന് വീഡിയോ ഒന്ന് ഫുള്ളായിട്ട് കാണണേ. കൂടെ ഞാൻ വെജിറ്റബിൾ ബിരിയാണി ഉണ്ടാക്കുന്ന റെസിപ്പിയും കൂടെ ആഡ് ആക്കിയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഫുള്ളായിട്ടൊന്ന് വീഡിയോ കാണാം. അങ്ങനെ തന്നെ ഞാൻ രാവിലെ എണീറ്റിട്ട് വന്നിട്ടുണ്ട്. ഒരു 8 മണി 8:30 മണിയാകുമ്പോൾ തന്നെ ഞാൻ എണീറ്റ് വന്നിട്ടുണ്ട്. കാരണം എന്ന് വെച്ചാൽ ഇന്ന് വോട്ട് ചെയ്യാനും പോകണം, പിന്നെ ഒരുപാട് അലക്കാനൊക്കെ ഉണ്ട്, പിന്നെ ഓർഡറും ഉണ്ട്. അപ്പോൾ വേഗം അലക്കി തീർക്കാന്ന് വിചാരിച്ചു. അങ്ങനെ അലക്കലൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. പിന്നെ ഇതാ കേക്ക് ചൂടാൻ വേണ്ടിയിട്ട് ഞാൻ മുട്ട കുഴച്ചെടുക്കുന്നുണ്ട്. അപ്പോൾ 2 കിലോ കേക്കിനാണ് ആദ്യം ഓർഡർ ഉണ്ടായത്. ഞങ്ങൾക്ക് മുട്ട കുഴക്കാൻ വേണ്ടി പോകുന്ന സമയത്ത് ആദ്യം കോൾ വന്നിട്ടുണ്ട്, ഒരു 3 കിലോ കേക്ക് വേണമെന്ന് പറഞ്ഞിട്ട് വേറെ ആൾക്ക്. അപ്പോൾ 5 കിലോന് ഒന്നിച്ച് ഞാൻ കുഴച്ചെടുക്കുന്നുണ്ട്. അതിൻ്റെ ഇടയിൽ എൻ്റെ കെട്ടിയോന് ഫോൺ വിളിക്കുന്നുണ്ട്, അതിന് വീഡിയോ കോൾ, അതൊക്കെ അതിൻ്റെ ഇടയിൽ കഴിഞ്ഞിട്ടുണ്ട്. പിന്നെ ഇതാ മുട്ടൻ്റെ തോട് കൊണ്ട് ഞാൻ നല്ല പോലെ മിക്സിയിലിട്ട് പൊടിച്ചെടുക്കുന്നുണ്ട്. ഇങ്ങനെ മിക്സിയിലിട്ട് പൊടിച്ചെടുത്താൽ മിക്സിൻ്റെ ജാറിന് നല്ല മൂർച്ച ഉണ്ട്, കത്തിക്ക് നല്ല മൂർച്ച ഉണ്ടാവും എന്ന് അറിയുന്നേക്കലുണ്ട്. പിന്നെ ഇത് ഞാൻ പന്നീറിന് ഇട്ട് കൊടുക്കാൻ വേണ്ടിയിട്ടാണ്. എന്നിട്ട് അതിൽ വെള്ളം ഒഴിച്ചിട്ട് ഞാൻ അത് പന്നീറിന് ഒഴിച്ചു കൊടുക്കും. അപ്പോൾ നല്ലോണം പുഷ്പിക്കും എന്നൊക്കെ പറയുന്നത് കേട്ടിട്ടുണ്ട്. ആർക്കെങ്കിലും അറിവുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യുക. ഇത്രയൊക്കെ തേങ്ങ കൊത്തിയെടുക്കുന്നത് കാണുമ്പോൾ നിങ്ങൾ വിചാരിക്കും കൊപ്പര ഉണ്ടാക്കാൻ പോകുന്നു. കൊപ്പര ഉണ്ടാക്കാനൊന്നല്ല, നമ്മളെ പീരിയഡില്ലേ അതുണ്ടാക്കാൻ തന്നെ. കാരണം എന്ന് വെച്ചാൽ ഒരാൾക്ക് 1 കിലോ വേണം, ഒരാൾക്ക് 2 കിലോ വേണം, വേറൊരാൾക്ക് 1 കിലോ വേണം, അങ്ങനെ 4 കിലോ ടോട്ടൽ വേണം. അപ്പോൾ അതിന് വേണ്ടി ഒരുപാട് തേങ്ങ വേണ്ടേ. വേഗം ഞാൻ ഗ്രൈൻഡറിൽ ചരച്ചെടുക്കുന്നുണ്ട്. ആരോ കമൻറ്റ് ഇട്ടിട്ടുണ്ട് അതിന് ഗ്രൈൻഡറിൽ ഉണ്ടായതുകൊണ്ട് നല്ല തന്നെ. അതിൻ്റെ ഗ്രൈൻഡറിൻ്റെ ചിരവയിന് ഫിറ്റിങ്സ് അല്ല കേട്ടോ, അത് ജസ്റ്റ് വെച്ചെടുക്കുന്നതാണ്. പിന്നെ അത് ആവശ്യം കഴിഞ്ഞാൽ അത് ഊരി മാറ്റാം. പിന്നെ അതിൻ്റെ കല്ലെടുത്ത് വെച്ചാൽ അതിൽ തേങ്ങയും അരിയൊക്കെ അരച്ചെടുക്കാനും പറ്റുന്നതാണ്. അതൊക്കെ അവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി അതിൻ്റെ തേങ്ങൻ്റെ പണ്ടൊക്കെ അനിയത്തി ഉണ്ടാക്കിയെടുത്തോളും പുറത്തുനിന്ന്. അപ്പോഴേക്കും ഞാനിതാ വെജിറ്റബിൾ ബിരിയാണി ഉണ്ടാക്കാമെന്ന് വിചാരിച്ച് ഉച്ചക്കേക്ക്. അപ്പോൾ അതിനായിട്ട് ഞാൻ കുറച്ച് വെജിറ്റബിൾ എടുത്തിട്ടുണ്ട്. ബീൻസ്, ക്യാരറ്റ്, പിന്നെ ഉരുളക്കിഴങ്ങ് എടുത്തിട്ടുണ്ട്, പിന്നെ ക്യാബേജ്, പിന്നെ ഉള്ളിയും തക്കാളിയും പച്ചമുളക്, ഇഞ്ചി, വെളുത്തുള്ളി, അത്രയൊക്കെ തന്നെയാണ് കേട്ടോ വെജിറ്റബിൾ ബിരിയാണി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. പിന്നെ സോയാബീനോ ഗ്രീൻ പീസോ ഒന്നും ചേർക്കുന്നില്ല. ഗ്രീൻ പീസൊക്കെ ചേർത്താൽ കുട്ടികളൊക്കെ അത് എടുത്ത് കളയുമല്ലോ, അപ്പോൾ അതൊന്നും ചേർക്കുന്നില്ല. ഇങ്ങനെ തന്നെ ഉണ്ടാക്കിയാൽ അടിപൊളി ടേസ്റ്റാണ്. പിന്നെ വെജിറ്റബിൾസൊക്കെ അരിയുമ്പം നൈസായിട്ട് അരിഞ്ഞെടുക്കണം. അപ്പോഴേ കുട്ടികളൊക്കെ കഴിക്കാൻ വേണ്ടിയിട്ട് ഒരിതുണ്ടാവും. നല്ല തടിങ്ങനെ മുറിച്ചെടുത്താൽ അത് ടേസ്റ്റ് ഉണ്ടാവില്ല. അപ്പോൾ ഇതാ ആദ്യം തന്നെ ഞാനൊരു പാത്രം അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതിൽ കുറച്ച് എണ്ണ ഒഴിച്ചതിന് ശേഷം 2 ഉള്ളി നൈസായിട്ട് മുറിച്ചത് അതിലേക്ക് ഇട്ടിട്ട് നല്ല പോലെ ഒന്ന് വഴറ്റി കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇഞ്ചി, പച്ചമുളക്, വെളുത്തുള്ളി അതും കൂടി ചേർത്തിട്ട് നല്ല പോലെ വഴറ്റിയിട്ടുണ്ട്. പിന്നെ 2 തക്കാളി കൂടി ഇട്ടിട്ട് അതും വഴഞ്ഞ് വന്നതിന് ശേഷം അതിലേക്ക് 1 സ്പൂൺ മഞ്ഞൾപ്പൊടിയും 1 സ്പൂൺ ഗരം മസാലയും പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്തിട്ട് നല്ല പോലെ ഒന്ന് ഇളക്കി കൊടുക്കുക. പിന്നെ ഇത് നമ്മൾ അരിഞ്ഞ് വെച്ച ക്യാബേജ്, ക്യാരറ്റ്, ഉരുളക്കിഴങ്ങ്, ബീൻസ് ഇതൊക്കെ അതിലേക്ക് ഇട്ടിട്ട് നല്ല പോലെ ഒന്ന് ഇളക്കി കൊടുക്കുക. എന്നിട്ട് അതിന് ശേഷം അതിലേക്ക് കുറച്ച് വെള്ളം കൂടി ചേർക്കുക. ഇതാ ഒരു 2-3 സ്പൂൺ മതി, ഒരുപാടൊന്നും ചേർക്കാൻ പാടില്ല. അങ്ങനെ അതും കൂടി ചേർത്തിട്ട് അത് ലോ ഫ്ലെയിമിൽ അടച്ചിട്ട് വേവിക്കുക. അത് വേവുന്ന സമയം കൊണ്ട് നമുക്ക് അതിന് സൈഡ് ഡിഷായിട്ട് നമുക്ക് ചിക്കൻ ഫ്രൈ ഉണ്ടാക്കുക. അതിനായിട്ട് കുറച്ച് ചിക്കൻ എടുത്തിട്ടുണ്ട്. അതിലേക്ക് ഗരം മസാല, കസൂരി മേത്തി, 3 സ്പൂണ് കോൺഫ്ലവർ, 1.5 സ്പൂണ് മുളകിൻ്റെ പൊടി, ആവശ്യത്തിനുള്ള ഉപ്പ്, കുറച്ച് സിർക്കയും കൂടെ ചേർത്തിട്ടുണ്ട്. പിന്നെ ഇഞ്ചി വെളുത്തുള്ളിയും കൂടി ചതച്ചത് അതും കൂടി ഇട്ടിട്ട് നല്ല പോലെ ഒന്ന് കുഴച്ചെടുക്കുന്നുണ്ട്. അങ്ങനെ അതവിടെ കുഴച്ച് വെച്ചിട്ടുണ്ട്. പിന്നെ ഇതാ ചോറിനുള്ള അരി 2.5 പാട്ട അരി എടുത്തിട്ടുണ്ട്. അത് നല്ല പോലെ ഒന്ന് കഴുകി എടുത്തിട്ട് അത് അവിടെ കുറച്ച് വെള്ളം കൂടി ഒഴിച്ചിട്ട് ഒരു അരമണിക്കൂർ അവിടെ സോക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് വെക്കുക. അപ്പോൾ എന്നും പറയുന്നത് പോലെ എൻ്റെ വീഡിയോ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അങ്ങനെ ഇതാ അരിയൊക്കെ കഴുകി എടുത്തിട്ടുണ്ട്. ഇനി അതവിടെ മാറ്റി വെക്കുക. പിന്നെ ഇതാ നമ്മുടെ മസാല റെഡിയായോ നോക്കുക. അങ്ങനെ മൂടിയൊക്കെ തുറന്നിട്ട് നല്ല പോലെ ഒന്ന് ഇളക്കിയതിന് ശേഷം കൈ വെച്ചിട്ട് അതിലെ ഉരുളക്കിഴങ്ങില്ലേ അതെടുത്തിട്ടൊന്ന് അമർത്തി നോക്കുക. അത് വെന്ത് കഴിഞ്ഞാൽ ബാക്കിയെല്ലാ സംഭവവും വെന്തിട്ടുണ്ടാകും. അങ്ങനെ ഇതാ നമ്മുടെ ഉരുളക്കിഴങ്ങ് നല്ല പോലെ വെന്തിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് മല്ലിയില കൂടി ഇട്ട് കൊടുത്താൽ നമ്മുടെ മസാല റെഡി ആയിട്ടുണ്ട്. നല്ല പോലെ ഒന്ന് ഇളക്കി കൊടുത്തിട്ട് അവിടെ ഓഫാക്കി വെക്കുക. പിന്നെ ഇതാ വോട്ട് ചെയ്യാൻ വേണ്ടി പോയിട്ടില്ല, അല്ലെങ്കിൽ എപ്പോഴും രാവിലെ തന്നെ വോട്ട് ചെയ്യാൻ പോകലുണ്ട്. ഇപ്രാവശ്യം പണിയൊക്കെ ആയതുകൊണ്ട് അവിടെ പോയിട്ട് ക്യൂ നിന്നിട്ട് സമയം പോകൂലേ, അതുകൊണ്ട് അവിടെ ആളുണ്ടായിന് അറിയുന്നത്. അപ്പോൾ അവരോട് പറഞ്ഞ് ആളില്ലാത്ത ടൈമിൽ വിളിക്കുന്നു. അങ്ങനെ അവരെ വിളിച്ച് പോയപ്പോൾ തന്നെ അവിടെ ആളുണ്ടായിന് കുറച്ച്. അങ്ങനെ ആ ക്യൂവിൽ നിന്നിട്ട് വോട്ടൊക്കെ ചെയ്തിട്ട് ഞാൻ വീട്ടിലെത്തിയിട്ട് പിന്നെ അപ്പോൾ തന്നെ 2 മണി ആകാനായിട്ടുണ്ട്. പിന്നെ ഒന്നും നോക്കിയിട്ടില്ല, വേഗം ചിക്കനൊന്ന് ഫ്രൈ ചെയ്യാൻ വേണ്ടി ഒരടുപ്പത്ത് വെച്ച് മറ്റേ അടുപ്പത്ത് വെള്ളം നെയ്ച്ചോറ് ഉണ്ടാക്കാനും വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ട്. ഞാൻ ഉള്ളിയും നെയ്യൊക്കെ കാച്ചിയിട്ട് അങ്ങനെ നെയ്ച്ചോറ് വെക്കും. ബിരിയാണി വെക്കുമ്പോൾ അധികം ഇതുപോലെയാണ് വെക്കൽ. വെള്ളം വെച്ച് ആവശ്യത്തിനുള്ള വെള്ളം വെക്കുക. പിന്നെ അതിലേക്ക് സ്പൈസസ് ഒക്കെ ഇട്ടെടുത്ത് പിന്നെ നെയ്യ് ഒഴിച്ചു കൊടുക്കുക.
മിൽമ നെയ്യാണ് ഒഴിച്ചു കൊടുത്തത്. പിന്നെ അതിലേക്ക് ഉപ്പൊക്കെ ഇട്ടിട്ട് അതവിടെ തിളക്കാൻ വേണ്ടി വെക്കാം. അപ്പൊക്ക് ഇതാ പുറത്തിനാൻ കഴിഞ്ഞിട്ടുണ്ട്. അവൾ തേങ്ങ വറുത്തെടുക്കുന്നുണ്ട്. പിരിയടക്കില്ല. അപ്പോഴൊക്കെ ഉള്ളിലേക്ക് കയറുമ്പോഴേക്ക് നമ്മുടെ വെള്ളം തിളച്ച് വന്നിട്ടുണ്ട്. അതിലേക്ക് നെയ്ച്ചോറിൻ്റെ അരി കൂടെ ഇട്ട് കൊടുത്തിട്ട് ലോ ഫ്ലെയിമിൽ അതവിടെ വെച്ചിട്ടുണ്ട്. അപ്പോഴേക്ക് ഇതാ ചിക്കന് ഒരു ഭാഗം ഫ്രൈ ആയിട്ടുണ്ട്. അത് തിരിച്ചൊന്ന് ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ ഇതാ ഇവിടെ നിന്നാണ് ബിരിയാണി ഉണ്ടാക്കേണ്ടത്. അപ്പോൾ അവിടെ നിന്ന് ക്ലീൻ ചെയ്യണം. പിന്നെ അതിന് വേണ്ടിയിട്ട് ഞാൻ അവിടെയുള്ള സാധനങ്ങളൊക്കെ ഒന്ന് മാറ്റിയെടുക്കുന്നുണ്ട്. തേങ്ങയൊക്കെ ചിരകിയതല്ലേ, അപ്പോൾ അതിൻ്റെ ഫുള്ള് കച്ചറയുണ്ട്. അതൊക്കെ ഞാനൊന്ന് ക്ലീൻ ചെയ്തെടുക്കുന്നു. ഇവിടെ ക്ലീൻ ചെയ്തിട്ട് വേണം ഇവിടെ നിന്ന് നമുക്ക് മാവ് കുഴച്ചും പരത്തിയൊക്കെ എടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ആ ക്ലീനിങ്ങൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. ആ ക്ലീനിങ്ങൊക്കെ കഴിയുമ്പോൾ നമ്മുടെ ചോറൊക്കെ റെഡി ആയിട്ട് വന്നിട്ടുമുണ്ട്. അങ്ങനെ ഇതാ നെയ്ച്ചോറ് റെഡിയായി. ഇനി അത് ഒന്ന് മസാലയിൽ ദമ്മിടണം. അങ്ങനെ അതൊന്ന് ഇറക്കി വെച്ച് ലോ ഫ്ലെയിം ആക്കിയിട്ട് മസാല ഇവിടെ വെച്ചെടുത്തിട്ട് നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം നെയ്ച്ചോറ് അതിലേക്ക് തട്ടിക്കൊടുത്തിട്ട് ഒരു 10 മിനിറ്റ് അവിടെ ലോ ഫ്ലെയിമിലങ്ങ് വെച്ചാൽ മതി. നമ്മുടെ അടിപൊളി ബിരിയാണി റെഡി ആയിട്ടുണ്ടാവും. പിന്നെ ഇത് ക്യാമറ കൊമ്പിൽ ഞാൻ എൻ്റെ വോട്ട് ചെയ്തതൊക്കെ കാണിച്ച് പട്ടി ഷോ കാണിക്കുന്നുണ്ട്. അങ്ങനെ ഇത് നമ്മുടെ ചിക്കൻ ഫ്രൈയും റെഡി ആകാനായിട്ടുണ്ട്. ഇനി സലാഡ് ഉണ്ടാക്കണം. അതിനായിട്ട് ഞാൻ കുറച്ച് കക്കിരി മുറിച്ചെടുക്കുന്നുണ്ട്. അങ്ങനെ കക്കിരിയൊക്കെ വേഗം മുറിച്ചെടുത്ത് അതിലേക്ക് പിന്നെ 2 പച്ചമുളകും കൂടി മുറിച്ചിട്ട് കൊടുത്ത് ഇവിടെ അങ്ങനെ ആയിരിക്കും വലിയ എരിവൊന്നും വേണ്ട. പിന്നെ ഇതാ കുറച്ച് ഉള്ളി കൂടി ചെറുതായിട്ട് അരിഞ്ഞിട്ട് കൊടുക്കുന്നുണ്ട്. അങ്ങനെ പിന്നെ അതിലേക്ക് കുറച്ച് തേരും കൂടി ചേർത്ത് കുറച്ച് ഉപ്പും കൂടി ചേർത്തപ്പോൾ നമ്മുടെ സലാഡ് റെഡി ആയിട്ടുണ്ട്. ആവി പറക്കുന്ന ചോറിന് പാത്രത്തിലേക്ക് വിളമ്പിയെടുക്കുക. മസാല അടിയിൽ കോരിയിട്ട് പിന്നെ അതിൻ്റെ മുകളിൽ പ്ലെയിൻ ചോറും കൂടി ഇട്ട് കൊടുക്കുക. നമ്മൾ ഒരുപോലെ ചോറും മസാലയൊന്നും ഇവിടെ അങ്ങനെ കൂട്ടി കുഴക്കൂല കേട്ടോ. ഇത് സെപ്പറേറ്റ് ആയിട്ട് ഫസ്റ്റ് മസാല അടിയിൽ വിളമ്പും, പിന്നെ അതിൻ്റെ മുകളിൽ വെളുത്ത ചോറ് വിളമ്പിക്കൊടുക്കും. അങ്ങനെയാണ്. പിന്നെ ഇതാ അതിൽ നിന്ന് ചിക്കൻ പീസും കൂടെ അതിലേക്ക് വെച്ചെടുത്ത് പിന്നെ സലാഡും കൂടി ഇട്ട് കൊടുത്താൽ നല്ല അടിപൊളി ടേസ്റ്റായ ബിരിയാണി റെഡി. അപ്പോൾ എല്ലാവരും ഈ ബിരിയാണി ഉണ്ടാക്കി വെക്കാം. തീർച്ചയായും എല്ലാവർക്കും ഇഷ്ടപ്പെടും. അപ്പോൾ ഫീഡ്ബാക്ക് മറക്കാണ്ട് അറിയിക്കണേ. പിന്നെ ഇതാ നമ്മുടെ കലാപരിപാടിയിലേക്ക് കഴിഞ്ഞിട്ടുണ്ട്. ബിരിയാണിക്ക് വേണ്ടിയിട്ടില്ല മാവ് കുഴച്ചെടുത്തിട്ടുണ്ട്. ഇനി അതൊന്ന് നല്ല പോലെ ഒന്ന് പരത്തി കൊടുക്കണം. ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും അതിനോടുള്ള യുദ്ധം. അങ്ങനെ അത് പരത്തിയിട്ടുണ്ട്. പിന്നെ അത് റൗണ്ട് ഷേപ്പിൽ ഇങ്ങനെ മുറിച്ചെടുക്കുക. അതൊക്കെ അങ്ങനെ വേഗം ഞാൻ മുറിച്ച് കൊടുക്കുന്നുണ്ട്. ടൈം ഒരുപാട് ലേറ്റ് ആയിട്ടുണ്ട്. എന്താ അറിയില്ല, ഇന്ന് ഇങ്ങനെയൊക്കെ ആയിപ്പോയി. പിന്നെ ഇതാ വേഗം എല്ലാം മുറിച്ചെടുത്തിട്ടുണ്ട്. അങ്ങനെ അവൾ അതിൽ പണ്ടം നിറച്ചെടുക്കുന്നുണ്ട്. അതൊക്കെ കഴിഞ്ഞിട്ട് ഞാനിതാ പിരിയിടാൻ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ എൻ്റെ ആങ്ങളെ വിളിച്ചിട്ടുണ്ട്. ഓനെ അവിടെ ഫുഡ് ഉണ്ടാക്കുന്നതിനേക്കാളും വലിയ കുക്കാന്നിതാ. ഓനുണ്ടാക്കിയ ഓരോ കറികളും എനിക്ക് കാണിച്ചു തരുന്നു, കറിയും വറവും ഒക്കെ. അപ്പോൾ അതൊക്കെ റെഡിയാക്കിയിട്ട് ഓനെ അവിടെ ഇരുന്നിട്ട് ചോറ് കഴിക്കാൻ പോകുന്നുണ്ട്. ഓനും എൻ്റെ ജ്യേഷ്ഠനുണ്ട്. ഇതാ രണ്ടും എൻ്റെ ആങ്ങളമാറാണ്. അവർ രണ്ടാളും ഒരുമിച്ചിരുന്നിട്ട് ഫുഡ് കഴിക്കുന്നുണ്ട്. അപ്പോൾ എന്നോട് വർത്താനം പറഞ്ഞോണ്ടും എൻ്റെ പണിയും നടക്കുന്നുണ്ട്, അവരെ പണിയും നടക്കുന്നുണ്ട്. അങ്ങനെ രണ്ടാളും വീഡിയോക്ക് വേണ്ടി പോസ്റ്റ് ചെയ്ത് തന്നത്. അങ്ങനെ അവരെ ഫോൺ വിളിയൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. പിന്നെ ഇതാ എൻ്റെ പിരിയാടിയും പിരിച്ചിട്ട് അതും റെഡിയാക്കിയിട്ട് എടുത്തിട്ടുണ്ട്. പിന്നെ പുറത്തിതാ വലിയ ഉരുളി തന്നെ വെച്ച് സമയം ഒരുപാട് ലേറ്റ് ആയതുകൊണ്ട് വേഗം ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് വലിയ ഉരുളി തന്നെ വെച്ചിട്ടുണ്ട്. തേങ്ങ വറുക്കാൻ വേണ്ടിയിട്ട് എടുത്തതാണല്ലോ. പിന്നെ അതിൽ തന്നെ ഉണ്ടാക്കിയ വേഗമാകുമെന്ന് വിചാരിച്ചിട്ട് ആ ഉരുളിയിൽ തന്നെ എണ്ണ തീമ വെച്ചു. പിന്നെ അതുകൊണ്ട് വേഗം പിരിയാടി ഉണ്ടാക്കി കഴിഞ്ഞിന് ഒരു 4 ട്രിപ്പ് ഇടേണ്ട പിരിയാടി ഉണ്ടായിട്ടുള്ളൂ. പിന്നെ ഇതാ പിന്നെ കേക്ക് അതേപോലെ ചുട്ടെടുക്കുന്നുണ്ട്. അതുകൊണ്ട് കേക്ക് ഉരുട്ടി ഇടണ്ടേ. അപ്പോൾ ഞാനും ഓളും കൂടിയിട്ട് രണ്ടാളും കൂടിയിട്ടാണ് കേക്ക് ചുട്ടെടുക്കുന്നത്. ചെറിയ ഉരുളി വെച്ചാൽ ഒരാളെ വേണ്ടും. ഇതിപ്പം വലിയ ഉരുളി വെച്ചതായതുകൊണ്ട് രണ്ടാളും കൂടിയിട്ട് ഉരുട്ടിയിട്ട് ഇട്ട് കൊടുത്തിട്ട് അതുകൊണ്ട് വേഗം രണ്ടും ആയിന്. കേക്കും പിരീഡൊക്കെ വേഗം ആയിന്. ഇന്നലെ ഇട്ട വീഡിയോയിൽ കുറേ പേര് കേക്കിൻ്റെ റെസിപ്പി ഇടുമെന്ന് വെച്ചിട്ട് കമൻറ്റ് ഇട്ടിട്ടുണ്ടായിന്. കേക്കിൻ്റെ റെസിപ്പി വീഡിയോ ഞാൻ ഷോർട്സ് ആയിട്ട് ഇട്ടിട്ടുണ്ട്. എല്ലാ വീഡിയോയിലും ഞാൻ പറയലുണ്ട്. ആ വീഡിയോയിലും ഞാൻ പറഞ്ഞിട്ടുണ്ട് ഷോർട്സ് ആയിട്ട് ഇട്ടിട്ടുണ്ടെന്ന്. അപ്പോൾ അത് നോക്കിയിട്ട് എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കാം. 5 മുട്ടൻ്റെതാണ്. 1/2 കിലോന് മേലെ മെയ്ത അതിന് വേണ്ടി വരും. പിന്നെ ഇതാ ഞാൻ എല്ലാം തൂക്കിയെടുക്കുന്നുണ്ട്. ഇത് ഓരോരുത്തർക്കും വേണ്ടിയിട്ടുള്ളതാണ്. അപ്പോൾ എല്ലാം തൂക്കിയെടുത്തിട്ട് എല്ലാം പാക്കാക്കി വെക്കുന്നുണ്ട്. ഇനി ഇതൊക്കെ കൊണ്ടു കൊടുക്കണം. അങ്ങനെ ഇതാ വേഗം അതൊക്കെ പാക്കിങ് കഴിഞ്ഞിട്ടുണ്ട്. ഒരാൾക്ക് കേക്കും പിരിയാടിയും മാത്രമേ ഉള്ളൂ. മറ്റേ കേക്കും പിരിയാടിയും അതിൻ്റെ കൂടെ ചിക്കൻ റോളും സമൂസയും കായയുടെ ഒക്കെ ഉണ്ട്. അങ്ങനെ അതൊക്കെ ഡെലിവറി ചെയ്തിട്ടുണ്ട്. ഇനി ക്ലീനിങ് ആണ്. അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങൾ ഇത്രയൊക്കെ തന്നെയുള്ളൂ. പുതിയൊരു വീഡിയോ വീണ്ടും വരുന്നതുവരേക്കും ബൈ.